എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഹീറോ ആവട്ടെ, അവൻ ഒരുപാട് വിഷമത്തില് ആ സൂപ്പർ ഹീറോയോട് പറയും, എനിക്കും വലുതാവുമ്പോ എങ്ങനെയെങ്കിലും നിങ്ങളെപ്പോലെ ഒരാളാവണം, അതിന് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ ആളെ നോക്കും. പക്ഷെ അപ്പോഴേക്കും ആളുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പുക പുറത്തേക്ക് വരാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ആ ഒരു സൂപ്പർ ഹീറോ അവൻ ഇന്നലെ പിടിച്ച് കുപ്പിയിലാക്കിയ ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കും. സൂപ്പർ ഹീറോ പോകുന്ന വഴിക്ക് അവന്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ നഷ്ടപ്പെട്ടു പോയതാണ്. മോൺസ്റ്റർ പതിയെ അതിന്റെ കണ്ണു തുറക്കും. അപ്പൊ അത് കാണും, അതൊരു കുപ്പിയില് അങ്ങനെ കിടക്കാണ്. അതിന്റെ ചുറ്റും ആരും ഇല്ലാന്ന് മനസ്സിലാക്കി അതെങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊ പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ചപ്രത്തലേനും അവന്റെ ഫ്രണ്ട്സും അവിടേക്ക് വരും. ആക്ച്വലി ഈ ചപ്രത്തലേനും നമ്മുടെ ഹീറോയും ചെറുപ്പത്തില് ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് എങ്ങനെ നിങ്ങൾ തമ്മില് ഇത്രയും ശത്രുക്കളായെന്ന് അവന്റെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോ അതിനവൻ പറയും, എന്റെ മുൻപിൽ ആര് വന്നാലും അവരെ ഞാൻ ഇതുപോലെ തട്ടിത്തെറിപ്പിക്കുന്നു പറഞ്ഞ് താഴെ കിടന്നൊരു കുപ്പി അവനിപ്പോ അങ്ങനെ തൊഴിച്ചെറിയും. ആക്ച്വലി ആ ഒരു കുപ്പിയിലാണ് മോൺസ്റ്ററിനെ അടച്ചു വെച്ചിരുന്നത്. കുപ്പി ഇടിച്ചു തെറിച്ച് അതിന്റെ അടപ്പ് തുറന്ന് ആ മോൺസ്റ്റർ അതിപ്പോ പുറത്തേക്ക് വരും. ചപ്രത്തലയും വീണ്ടും ഉഷാറായിട്ട് ഹീറോയുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവരുടെ തൊട്ടടുത്ത് ആ ഒരു മോൺസ്റ്റർ ഇപ്പൊ ഹായ് ആയിട്ട് വന്നു നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ഹീറോ ആ ഒരു സൂപ്പർ ഹീറോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വണ്ടടിച്ച് നിൽക്കാണ്. നിനക്ക് എന്തു പറ്റി? നീ എന്താ ഇപ്പൊ ഈ കോലത്തില്? അതിന് സൂപ്പർ ഹീറോ പറയും, ഇത് ഞാൻ തന്നെയാണ്, ഇതെന്റെ പുതിയ കോലമാണ്. അതിന് ഹീറോ പറയും, അല്ല അല്ല, ആൽമൈറ്റി സൂപ്പർ ഹീറോ അവൻ ഇങ്ങനെയല്ല. അവന് സിക്സ് പാക്ക് ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, ബൈസെപ്സ് ഉണ്ട്, കൊഴുത്ത് തടിച്ച് ഒരു ഉണ്ടപ്പനാണ്. മാത്രമല്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. നീ ആരാണ്? സത്യം പറയുമ്പോ അതിനാ സൂപ്പർ ഹീറോ പറയും, നിനക്ക് മാത്രമേ എന്റെ യഥാർത്ഥ അവസ്ഥ അതറിയൂ. ദയവ് ചെയ്ത് ഇതാരോടും നീ പറയാൻ പാടില്ല. സൂപ്പർ ഹീറോ ഇപ്പൊ അവന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കും. അവിടെ ഇപ്പോ വലിയൊരു പഞ്ചിന്റെ അടയാളം കാണും. 5 വർഷങ്ങൾക്ക് മുൻപ് രഹസ്യമായിട്ട് ഞാനൊരു ഫൈറ്റ് നടത്തി. ആ ഫൈറ്റില് എന്റെ ഓപ്പണന്റ് അവൻ എന്റെ വയറ്റിലിടിച്ചു. അതിലൂടെ എന്റെ ബോഡിയും ഇന്റേണൽ ഓർഗൻസും മുഴുവനായിട്ടും തകർന്നു പോയി. പിന്നീട് ഒരുപാട് സർജറി ചെയ്തെങ്കിലും അതിലൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. വെറും 3 മണിക്കൂർ മാത്രമേ എന്നെ കൊണ്ട് ഒരു ദിവസം സൂപ്പർ ഹീറോ ആയിട്ട് ഇരിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്റെ ഈ കോലത്തിലായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്റെ മനസ്സിലുള്ള പേടി അത് പുറത്ത് കാണിക്കാതിരിക്കാനാണ്. ഞാൻ ഓക്കെ ആണ്, പവർഫുൾ ആണ് എന്നെല്ലാവരെയും ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പവർ ഇല്ലെങ്കിൽ ആരെ കൊണ്ടും സൂപ്പർ ഹീറോ ആവാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠാണ്. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് സൂപ്പർ ഹീറോ ആവാൻ കഴിയില്ല. അതിന് ഹീറോ പറയും, അത് കുഴപ്പമില്ല, എനിക്ക് സൂപ്പർ ഹീറോ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനൊരു പോലീസായി മാറും. എന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. അത് കേൾക്കുമ്പോ ഇപ്പൊ സൂപ്പർ ഹീറോ അവൻ ചമ്മി ഐസാവും. നീ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ സൂപ്പർ ഹീറോ ആവട്ടെ അവൻ പതിയെ താഴേക്ക് ഇറങ്ങും. അവൻ കഷ്ടപ്പെട്ട് പിടിച്ച ആ ഒരു മോൺസ്റ്ററിനെ ഉടനെ പോലീസിൽ ഏൽപ്പിക്കണം. എങ്കിലും മാത്രമേ എന്തെങ്കിലും ചിക്കിളി തടയോന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ തപ്പി നോക്കും. പക്ഷെ പോക്കറ്റില് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇവിടെ ഹീറോ ആവട്ടെ അവൻ ഒരുപാട് വിഷമത്തില് അങ്ങനെ തല കുനിച്ചു നിൽക്കാണ്. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് ഇപ്പൊ ഒരുപാട് പുകയും എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുക. ഹീറോ ഉടനെ അങ്ങോട്ടേക്ക് ഓടുകയാണ്. തീർച്ചയായിട്ടും അതൊരു മോൺസ്റ്റർ അറ്റാക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സൂപ്പർ ഹീറോ അവിടേക്ക് വരും. അപ്പൊ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കില് സൂപ്പർ ഹീറോ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കും. നിന്നെ കൊണ്ട് ഒരിക്കലും ഒരു സൂപ്പർ ഹീറോ ആവാൻ കഴിയില്ല, കാരണം നിനക്ക് പവറുകളില്ല. അത് ഓർക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് ഒരുപാട് വിഷമായി. അവൻ പതിയെ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത ആ മോൺസ്റ്റർ അത് ആ ഗ്രാമം തന്നെ ഇപ്പൊ അടിച്ച് നശിപ്പിക്കുകയാണ്. ഒരുപാട് സൂപ്പർ ഹീറോസ് അവിടേക്ക് വന്ന് അതിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവർക്കാർക്കും അതിനെ ലോക്ക് ചെയ്യാൻ കഴിയില്ല. ചപ്രത്തലേനാവട്ടെ അവൻ ഇപ്പോഴും ആ മോൺസ്റ്ററിന്റെ കയ്യിൽ കിടന്ന് പെടയാണ്. ചപ്രത്തലേന് കലി കയറി അവൻ അവന്റെ ഫുൾ പവർ എടുത്ത് വലിയൊരു തീഗോളം ഉണ്ടാക്കി അതിനെ അടിച്ചു തെറിപ്പിക്കും. പക്ഷേ അതിനൊരു പോറല് പോലും ഏക്കില്ല. അത് വീണ്ടും അവന്റെ കഴുത്തെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങും. അപ്പൊ സൂപ്പർ ഗേള് അവൾ അവിടേക്ക് പറന്നു വരും. പക്ഷെ അവർക്ക് ചുറ്റും ഇപ്പൊ ചപ്രത്തലേന്റെ ഫയർ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സൂപ്പർ ഹീറോസ് ചുറ്റുമുള്ള തീയൊക്കെ അണച്ച് അതിൽ പെട്ടുപോയവരെ ഇപ്പൊ ഓരോരുത്തരായിട്ട് രക്ഷപ്പെടുത്തും. അപ്പോഴായിരിക്കും നമ്മുടെ ചിരിക്കുട്ടൻ സൂപ്പർ ഹീറോ അവൻ അവിടേക്ക് വരിക. ഇതവനല്ലേ? എന്നാലും എങ്ങനെ ഇവൻ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി? എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ ആലോചിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ആവട്ടെ അവൻ ഒരുപാട് വിഷമത്തില് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്.
ഹീറോ വീണ്ടും ആ മോൺസ്റ്റർ അത് അറ്റാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരും. അപ്പൊ അവന് മനസ്സിലാവും ചിരിക്കുട്ടൻ സൂപ്പർ ഹീറോ പിടിച്ച അതേ മോൺസ്റ്റർ ആണ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നതെന്ന്. ഇവനെങ്ങനെ പുറത്തു ചാടി എന്ന് ഹീറോ ചിന്തിക്കും. അപ്പോഴായിരിക്കും ഹീറോയുടെ കൈ തട്ടിയാണ് ആ ഒരു ബോട്ടിൽ താഴെ പോയത് എന്ന കാര്യം അവൻ ഓർക്കുക. ഹീറോ പേടിച്ചു വരച്ച് ഇപ്പൊ അങ്ങനെ നിൽക്കും. അപ്പൊ ആരൊക്കെയോ പറയും അവന്റെ കയ്യില് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, മിക്കവാറും മോൺസ്റ്റർ ആ ഒരു പയ്യനെ കൊല്ലും. അത് കേട്ട് ഇപ്പൊ ഹീറോ ഷോക്കാവും. അവനെയും ആ മോൺസ്റ്റർ അങ്ങനെ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. അവൻ വാപൊത്തി ഇപ്പൊ ഒരുപാട് വിഷമത്തില് പുറകോട്ട് നടക്കും. ഇതെന്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, ഇതിന് സൊല്യൂഷൻ അത് ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞ് അവനിപ്പോ ആ മോൺസ്റ്ററിന് നേർക്ക് ഓടാൻ തുടങ്ങും. അതുകൊണ്ട് ചുറ്റുമുള്ളവര് അവര് വിളിച്ചു പറയും, നോ, അതിന്റെ അടുത്തേക്ക് പോവരുത്, അത് അപകടമാണ്. പക്ഷെ നമ്മുടെ ആള് അത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ അതിന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെടുക്കും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്, നമ്മുടെ ചെക്കൻ അറിയുന്നില്ല അവൻ മുൻപോട്ട് ഓടുന്ന കാര്യം. അവന്റെ കാലുകള് ഇപ്പൊ അവനെ മുൻപോട്ട് വലിക്കുകയാണ്. ഹീറോ ഇപ്പോ ആ മോൺസ്റ്ററിന്റെ തൊട്ടടുത്തെത്തും. ചപ്രത്തലേനാവട്ടെ അവനെ നോക്കി, നീ എന്താ കാണിക്കണേ, നിനക്ക് വട്ടുണ്ടോ, അവിടെ മുഴുവൻ തീയാണ്, ഈ മോൺസ്റ്ററിന്റെ കയ്യില് നീ പെട്ടുപോയാ നിന്റെ കഥ കഴിയും, നിനക്കാണെങ്കില് സൂപ്പർ പവറും ഇല്ലാന്ന് പറയുമ്പോ ഹീറോ ആവട്ടെ അവന്റെ ബാഗ് തുറന്ന് അവന്റെ ബുക്സ് എല്ലാം തന്നെ മോൺസ്റ്ററിന്റെ കണ്ണിന് നേരെ ഇപ്പൊ വലിച്ചെറിയും. ബുക്സ് കണ്ണി കൊണ്ട് ഇപ്പൊ മോൺസ്റ്റർ ആവട്ടെ അത് കിടന്ന് പെടയ്ക്കാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ ഹീറോ ആ ചപ്രത്തലേനെ വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചപ്രത്തലേൻ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയേ, നിന്നെ കൊണ്ടൊന്നും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. അതിനവൻ പറയും, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല, എന്റെ കാലും കൈയും അതിപ്പോ എന്റെ കൺട്രോളിലല്ല. ഇവിടെ ചിരിക്കുട്ട മോൺസ്റ്റർ ഇപ്പൊ ഹീറോയെ കണ്ട് അവൻ ടെൻഷൻ അടിക്കും. നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മറ്റ് സൂപ്പർ ഹീറോസ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരെ എല്ലാം ആ മോൺസ്റ്റർ അടിച്ചു തെറിപ്പിക്കുകയാണ്. പൽപ്പിടുത്തത്തിന്റെ അവസാനം ഇപ്പൊ ഹീറോയെയും ആ മോൺസ്റ്റർ അടിച്ചു തെറിപ്പിക്കും. ഹീറോ കറങ്ങി അടിച്ച് ഇപ്പൊ അങ്ങനെ വീഴാണ്. ഈ ഒരു അടിയില് ഹീറോയുടെ കാറ്റ് പോയെന്ന് കരുതുകയാണെങ്കിൽ ഇല്ല, നമ്മുടെ പുഞ്ചിരിക്കുട്ടൻ സൂപ്പർ ഹീറോ ഇപ്പൊ ഹീറോയെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തു. അവൻ വീണ്ടും ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയിരിക്കാണ്. പുഞ്ചിരിക്കുട്ടൻ ചാടി വന്ന് ആ മോൺസ്റ്ററിന്റെ വയറിന് തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് അത് കറങ്ങി കറങ്ങി ഇപ്പൊ ദൂരേക്ക് തെറിച്ചു പോവും. പുഞ്ചിരിക്കുട്ടൻ ചപ്രത്തലേനെയും നമ്മുടെ ഹീറോയെയും സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യിപ്പിക്കും. പുഞ്ചിരിക്കുട്ടൻ ഇപ്പൊ സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പൊ അവിടേക്ക് പോലീസ് വരും. അവരാ മോൺസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഒരുപാട് പേര് ഇപ്പൊ പുഞ്ചിരിക്കുട്ടന്റെ അടുത്ത് നിന്ന് സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ആവട്ടെ അവൻ തല കുനിച്ച് ഒരുപാട് വിഷമത്തില് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ചുറ്റും നിന്ന് ഇപ്പൊ ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് അവന് വഴക്കു പറയാണ്. പവറുള്ള ഞങ്ങൾക്ക് പോലും അവനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല, അപ്പോഴാണോ അത് നിന്നെ കൊണ്ട് കഴിയുക, ഇനി മേലാൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ സ്ട്രോങ് ആയിട്ട് ഹീറോയെ വാൺ ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹീറോ ആവട്ടെ ഒരുപാട് വിഷമത്തില് നടന്നു പോവാണ്. ഉറപ്പായിട്ടും ചിരിക്കുട്ടനോട് ഒരു സോറി പറയണമെന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ നടക്കും. അപ്പൊ നമ്മുടെ ചപ്രത്തലേൻ അവൻ ഓടി വന്ന് ഇപ്പൊ ഹീറോയോട് സോറി ഒക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്സ് ആവുമെന്ന് വിചാരിച്ച അവനിപ്പോ ഹീറോയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കും, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, പ്രത്യേകിച്ച് നിന്നെ പോലൊരു വേസ്റ്റിന് സഹായം എനിക്ക് വേണ്ട. അവനിപ്പോ ഒരുപാട് ചീത്ത വിളിച്ച് അവിടുന്ന് കടന്നു പോവും. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവൻ എന്താ പറ്റിയേ, തലക്കിടികൊണ്ട് ഇവന്റെ പിരി ലൂസായോ. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ട മോൺസ്റ്റർ അവൻ മുൻപോട്ട് ഓടുന്ന കാണും. ഹീറോ ചോദിക്കും, മാസ്റ്റർ നിങ്ങൾ എങ്ങനെയാണ് മീഡിയാസിന്റെ കയ്യിൽ നിന്ന് ഇത്ര വിദഗ്ധമായി രക്ഷപ്പെട്ടത്? അതിന് സൂപ്പർ ഹീറോ പറയും, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഞങ്ങൾ സൂപ്പർ ഹീറോസ് എല്ലാവരും അതിവിദഗ്ധമായി മുങ്ങാൻ പഠിച്ചവരാണ്. അവനിപ്പോ മസിലൊക്കെ കാണിച്ച് വമ്മ സ്റ്റൈലായിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ രക്തം ഛർദിച്ച് വീണ്ടും പഴയതുപോലെ മെലിഞ്ഞുണങ്ങും. അപ്പം നമ്മുടെ ഹീറോ ആവട്ടെ അവന് പറ്റിയ തെറ്റ് അത് ഏറ്റു പറഞ്ഞ് ഇപ്പൊ സോറി പറയും. അപ്പൊ ചിരിക്കുട്ടൻ പറയും, ഞാനിപ്പോ ഇവിടേക്ക് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. അതായത് നീ ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് ഓടി അടുത്തില്ലേ, നിനക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിന്റെ കാലുകളും കൈകളും അതിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. ആക്ച്വലി ഇതേ സിംറ്റംസ് ആണ് എല്ലാ സൂപ്പർ ഹീറോസിനും അവര് സൂപ്പർ ഹീറോ ആവുന്നതിന് തൊട്ടു മുൻപ് ഉണ്ടാവുക. ഇങ്ങനെ എവിടെയെങ്കിലും മോൺസ്റ്ററിനെ കാണുകയാണെങ്കിൽ അവരുടെ കൈകളും കാലുകളും അറിയാതെ ചലിച്ച് അവരാ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിനക്ക് സംഭവിച്ചിരിക്കുന്നത്.
അത് കേട്ട് ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ ഷോക്കാവും. മാത്രമല്ല സന്തോഷത്തില് അവൻ കരയാൻ തുടങ്ങും. അപ്പൊ ചിരിക്കുട്ടൻ പറയും, നിന്നെ കൊണ്ടും ഒരു സൂപ്പർ ഹീറോ ആവാൻ കഴിയും. ഹീറോ ആവട്ടെ അവന് സന്തോഷം താങ്ങാൻ കഴിയാതെ അവൻ നെഞ്ചിൽ കൈവച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.